everyone, it's Militus Kochikari Chaiti. 1911 മുതൽ സ്കൂട്ടറുകൾ നിർമ്മിച്ചു തുടങ്ങിയെന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷെ ഇന്ത്യയിലേക്ക് 1960 കാലഘട്ടങ്ങളിലാണ് വരുന്നത്. അത് നമ്മുടെ ഈ വെസ്പ പോലുള്ള വണ്ടികളെ. ഇന്നിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്കൂട്ടറുകൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സുപരിചിതമാണെന്നുള്ളതും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളതും. കാരണം വേറൊന്നുമല്ല, വളരെ തമാശയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്യാസ് ഊറ്റി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ഈ പറഞ്ഞ പോലെ സ്കൂട്ടറാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കൂട്ടേഴ്സ് ആണ്. പല ബ്രാൻഡ്സിന്റെ സ്കൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, എന്റെ വീഡിയോ കാണുന്ന പലരും ചോദിക്കാറുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കൂട്ടേഴ്സും ബൈക്സ് ഒക്കെ അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പൊ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒത്തിരി വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളുടെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 25,000 രൂപ മുതൽ നമുക്ക് വണ്ടികൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ പിയാജുവിന്റെ വണ്ടിയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ തീവണ്ടിയുടെ വാഗണുകൾ മാത്രം നിർമ്മിച്ചുകൊണ്ടാണ് നമ്മുടെ പിയാജു ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ട്രക്ക്, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ, വെസ്പ പോലെയുള്ള, അതുപോലെ തന്നെ അപ്രിൽ പോലത്തെ ഒരുപാട് സ്കൂട്ടറുകൾ ഇന്നിപ്പോ വാഹന വിപണിയിലേക്ക് സമ്മാനിച്ചൊരു കമ്പനിയാണ് പിയാജു എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന അപ്രിലാണ്. ഇത് 2020 മോഡൽ വണ്ടിയാണിത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 22,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53,000 രൂപയാണ്. ഒരു 14,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ അടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കസ്റ്റമേഴ്സിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5,000 രൂപക്ക് നമുക്ക് വണ്ടി ഇറക്കാം. പക്ഷെ അത് കസ്റ്റമറിന്റെ പ്രൊഫൈല് ക്ലീൻ ആയിരിക്കണം. കാരണം വേറെ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ബൗൺസ് ഒന്നുമില്ല, പക്ക പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 5,000 രൂപക്ക് നിങ്ങൾക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് പോകാവുന്നതാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ആവശ്യത്തിന് നല്ല രീതിയിൽ ഫ്രണ്ടിലും ബാക്കിലും ടയേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ. നമ്മൾ പരിചയപ്പെടുത്തുന്നത് യമഹയുടെ റേസ് ആണ്. ഇത് 2014 മോഡൽ വണ്ടിയാണിത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 16,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിരിക്കുന്നത്. ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ആ ഒരു കിലോമീറ്ററും ലോ ആണ്. അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിന്റേതായിട്ടുള്ള ആ ഒരു നീറ്റ്നെസ് എന്തായാലും വണ്ടിയിലുണ്ട്. അത് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 29,000 രൂപയാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2014 മോഡൽ വണ്ടിയാണ്. ഇതിന് നമുക്ക് ലോൺ അവൈലബിൾ അല്ല. നിങ്ങൾ റെഡി ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരും. അടുത്തത് ആ സെയിം മോഡൽ തന്നെയാണ്, 2014 മോഡൽ വണ്ടി തന്നെയാണിത്. ഇത് ഓടിയിരിക്കുന്നത് 20,000 കിലോമീറ്റർ ആണ് നിലവിൽ ഇപ്പൊ മീറ്ററിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് മീറ്റർ റീപ്ലേസ്ഡ് ആണ്. തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് എറണാകുളം വണ്ടിയാണ്. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 രൂപയാണ്. ലോൺ അവൈലബിൾ അല്ല, റെഡി ക്യാഷ് എടുക്കണം കേട്ടോ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹീറോന്റെ പ്ലഷർ ആണ്. ഒരിടക്ക് ഈ വണ്ടി ഭയങ്കര ഹിറ്റ് ആയിരുന്നു. കാരണം ഭയങ്കര വെയിറ്റ്ലെസ് ആയതുകൊണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി ആയതുകൊണ്ട് കുറെ പേര് ഈ വണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018 മോഡൽ വണ്ടിയാണ്. ഇത് ആകെ 9,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രണ്ടിലും ബാക്കിലും ടയേഴ്സ് ഒക്കെ ഉണ്ട്. KL7 വണ്ടിയാണ്. ഇതിൽ നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 43,000 രൂപയാണ്. ഇത് നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ 10 രൂപ, 15 രൂപ അല്ലെങ്കിൽ 5,000 രൂപക്കൊക്കെ നിങ്ങൾക്ക് വണ്ടി എടുക്കാം. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഫാസിനോയാണ്, യമഹയുടെ. ഇത് 2018 മോഡൽ വണ്ടി തന്നെയാണ്. ഇത് KL7 വണ്ടിയാണ്. ഇത് ഓടിയിരിക്കുന്നത് 37,000 കിലോമീറ്റർ ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48,000 രൂപയാണ്. അടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കേട്ടത്, ഈ ഒരു ഗ്രീൻ കളർ. നല്ലൊരു നമ്മൾ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് തന്നെ ഭയങ്കര ഒരു ഗ്ലിറ്ററിങ് തോന്നുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 മോഡൽ വണ്ടിയാണിത്. KL7 വണ്ടി തന്നെയാണിത്. ഇത് ഓടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 കിലോമീറ്റർ ആണ് ഇത് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേട്ടോ. ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയാണ്. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് TVSന്റെ ജുപ്പിറ്റർ 125 ആണ്. ഇത് പുത്തൻ വണ്ടിയാണ്. നമുക്ക് റീസെന്റ് വന്ന വണ്ടിയാണ്. ആകെ 4 മാസത്തെ പ്രായം മാത്രമേ ഉള്ളൂ വണ്ടിക്ക്. ആകെ 4,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും TVSന്റെ ഏറ്റവും പുതിയ ജുപ്പിറ്ററും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് മുമ്പ് ഇറങ്ങിയ വണ്ടിയാണിത്. ഇത് വേറെ ഒന്നും പറയാനായിട്ടില്ല. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99,999 രൂപയാണ് ഇതിന് നമ്മൾ ചോദിക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത്
TVSന്റെ ജുപ്പിറ്റർ തന്നെയാണ്. ഇത് 2022 മോഡൽ വണ്ടിയാണ്. 13,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ചെറിയൊരു ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 74,000 രൂപയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സ്കൂട്ടറിന്റെ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും നമ്മുടെ ഷോപ്പിൽ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട്. പക്ഷെ നമുക്കിപ്പോ നമ്മുടെ പരിമിതി വെച്ചിട്ട് കൊണ്ടിട്ടാണ് നമ്മൾ ഇത്രയും കളക്ഷൻസ് മാത്രം ഇപ്പൊ നിങ്ങളെ കാണിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും വണ്ടികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ നമ്മളുടെ പേജിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും വിളിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. നിങ്ങളിപ്പോൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നാൽ മതി. കലൂരായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. എന്ന് പറഞ്ഞാൽ മെട്രോ പില്ലർ നമ്പർ 568-നും 567-നും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ബാങ്ക് റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പൊ ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ബൈക്സും നമുക്ക് അവൈലബിൾ ആണ്. പ്രീമിയം അതുപോലെ തന്നെ മിഡ് പ്രീമിയം ബൈക്സ് നമുക്ക് അവൈലബിൾ ആണ്. മൈലേജ് ബൈക്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കൊരു 5,000 രൂപ മുതലൊക്കെ ഉള്ള വണ്ടികൾ, അതാണ് ഡൗൺ പേയ്മെന്റ് ഒരു 5,000 രൂപ 8,000 രൂപക്കൊക്കെ നമുക്ക് ബുള്ളറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവര് നമ്മുടെ ഷോപ്പിലേക്ക് വന്നാൽ മതി. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.